വെൽക്കം ടു സക്സസ് ലൈൻ അക്കാഡമി. നിങ്ങൾ പ്രോമെട്രിക് എക്സാം ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റാഫ് നേഴ്സാണോ എങ്കിൽ ഇതാ സക്സസ് ലൈൻ അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്. അടുത്ത തിങ്കളാഴ്ച തൊട്ട് നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജസ്റ്റ് 5,000 റുപ്പീസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രോമെട്രിക് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. സോ നമുക്ക് ഇന്നത്തെ ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. A nurse planned to teach a group of 20 to 25-year-old women among oral contraceptives. The nurse should instruct that oral contraceptives may. Okay, so ഇവിടെ പറഞ്ഞേക്കുന്നത് നേഴ്സ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. ആർക്കാണ്? 20 to 25 ആ ഒരു ഗ്രൂപ്പിലുള്ള ആ ഒരു സ്ത്രീകൾക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണ്. സോ അപ്പം അവർ എന്താണ് ഈ ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കുമ്പം എന്ത് ചെയ്യണമെന്നാണ് നേഴ്സ് പറയുന്നതെന്നാണ് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. സോ ചോയ്സ് എ, ഇറ്റ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്. ചോയ്സ് ബി, ഇറ്റ് കോസസ് ആക്നെ ടു വേഴ്സൺ. Choice C, it decreases the risk of breast and cervical cancer. Choice D, it decreases the risk of endometriosis. Okay, so നമുക്ക് ഈ 4 ഓപ്ഷൻ ആണ് തന്നിരിക്കുന്നത്. സോ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിനെ പറ്റിയിട്ട് നമ്മൾ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ആൻസർ കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ നിങ്ങളൊന്ന് എഴുതിക്കൊള്ളുക. അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം കോൺട്രാസെപ്റ്റീവ്സ്, ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബർത്ത് കൺട്രോളിന് വേണ്ടിയിട്ടാണ് അല്ലേ? സോ ദ പ്രൈമറി യൂസ് എന്ന് പറയുന്നത് അത് ബർത്ത് കൺട്രോൾ തന്നെയാണ്. ഓക്കെ, സോ അതുപോലെ തന്നെ അതെന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ PCODയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഡിസ്മെനോറിയ, ഓക്കെ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആ ഒരു പീരിയഡ്സ് റെഗുലർ ആകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് ഉപയോഗിക്കാം. ഓക്കെ, ദെൻ പിന്നെ എന്താണ് അതിൻ്റെ ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇറ്റ് റെഡ്യൂസസ് ദ റിസ്ക് ഓഫ് എൻഡോമെട്രിയൽ ക്യാൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻഡോമെട്രിയൽ ക്യാൻസർ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസിൻ്റെ ആ ഒരു റിസ്ക് അത് കുറയ്ക്കുന്നു. ഒവേറിയൻ ക്യാൻസറിൻ്റെ റിസ്ക് അത് കുറയ്ക്കുന്നു. ഓക്കെ, പക്ഷെ നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്യുക, അത് ആ ഒരു നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അതുപോലെ തന്നെ സെർവിക്കൽ ക്യാൻസറിൻ്റെ റിസ്ക് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസറിൻ്റെ റിസ്ക് അത് കൂട്ടുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ്സിൻ്റെ ഡിസഡ്വാൻറ്റേജസിൽ വരുന്നതാണ് ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് മൂലം ചിലവരിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാകാം. അതുപോലെ തന്നെ നോസിയ, വോമിറ്റിംഗ് ടെൻഡൻസി, ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. ദെൻ പിന്നെ എന്താണ് ഈ ഒരു ഇപ്പോൾ ഫോർ എ പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈം ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമ്മുടെ ആ ഒരു ബ്ലഡ് ക്ലോട്ടിങ്, അതുപോലെ തന്നെ സ്ട്രോക്ക് ഉണ്ടാകാൻ, ഹാർട്ട് ഡിസീസസ് ഉണ്ടാകാൻ ഒക്കെ കാരണമായി തീരാം. ഓക്കെ, സോ അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ആ ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ്സിനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഇത് PCODയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് വളരെ നല്ലതാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, സോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരിക. ഓറൽ കോൺട്രാസെപ്റ്റീവ്സിനെ പറ്റിയിട്ട് നേഴ്സ് എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോയ്സ് എ നോക്കുക, ഇറ്റ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം അത് എന്താണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇറ്റ് ഡിക്രീസസ് ദ റിസ്ക് ഓഫ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്. ദെൻ രണ്ടാമത്തെ ചോയ്സ് നോക്കുക, ഇറ്റ് കോസസ് ആക്നെ ടു വേഴ്സൺ. ഓക്കെ, ഈ ഒരു നമ്മുടെ ഓറൽ കോൺട്രാസെപ്റ്റീവ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പം ആക്നെ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. ആക്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പിമ്പിൾസ് അല്ലേ? ഓക്കെ, സോ ഒരു പിമ്പിൾസ് ഉള്ള ഒരു വ്യക്തിയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ആക്നെ ഇംപ്രൂവ് ആകും. ഓക്കെ, അതിൻ്റെ സൈസ്, അതിൻ്റെ സിവിയറിറ്റി ഒക്കെ കുറഞ്ഞ് ആ ആക്നെ എന്ത് ചെയ്യും? ഇംപ്രൂവ് ആകും. അത് ഒരിക്കലും വേഴ്സൺ ആകത്തില്ല. ഓക്കെ, അപ്പം അത് തെറ്റായിട്ടുള്ള ചോയ്സ് ആണ് അല്ലേ? ദെൻ ചോയ്സ് സി നോക്കുക, ഇറ്റ് ഡിക്രീസസ് ദ റിസ്ക് ഓഫ് ബ്രസ്റ്റ് ആൻഡ് സെർവിക്കൽ ക്യാൻസർ. നമ്മൾ പറഞ്ഞായിരുന്നു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഓഫ് ദ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് ചെയ്യുന്നത്? ഇറ്റ് റെഡ്യൂസസ് അത് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഇൻക്രീസസ്. ഓക്കെ, ഇറ്റ് ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് സെർവിക്കൽ ക്യാൻസർ. അത് ഏതാണ് അത് ഡിക്രീസ് ചെയ്യുന്നത്? ഇറ്റ് ഡിക്രീസസ് ദ റിസ്ക് ഓഫ് നമ്മുടെ എൻഡോമെട്രിയൽ ക്യാൻസർ അല്ലെങ്കിൽ നമ്മുടെ ഒവേറിയൻ ക്യാൻസറിൻ്റെ റിസ്കിനെയാണ് അത് റെഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ആ ഒരു അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയെയാണ് അത് ഡിക്രീസ് ചെയ്യുന്നത്.
ഉറപ്പായിട്ടും ബ്രസ്റ്റ് ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ ഉണ്ടാകാനുള്ള ആ ഒരു റിസ്കിനെ അത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ചോയ്സ് ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇറ്റ് ഡിക്രീസസ് ദ റിസ്ക് ഓഫ് എൻഡോമെട്രിയോസിസ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ആൻസറിലേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് അറിഞ്ഞിരിക്കണം. സോ നമ്മുടെ ഈ ഒരു സക്സസ് ലൈൻ അക്കാഡമി ഡീൽ ചെയ്യുന്ന ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പ്ലസ് തിയറി ഡിസ്കഷൻ ആണ്. ഓരോ ദിവസവും ആ ഒരു തിയറി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. നിങ്ങളെ ആ ഒരു കോൺഫിഡൻറ്റ് ലെവലിൽ എത്തിക്കുന്നതോടെ വരെ നമ്മൾ നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങളുടെ സ്വപ്നങ്ങളെ സ്വന്തമാക്കാൻ നിങ്ങൾ സക്സസ് ലൈൻ അക്കാഡമിയിൽ മെമ്പർഷിപ്പ് എടുക്കുക. 100% സക്സസ് ഗ്യാരൻറ്റീഡ് ആണ്. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.